യെസ്, അപ്പൊ നമ്മുടെ തേർഡ് വീഡിയോയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് പോയിന്റ്സ് എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ രണ്ട് ലെസൺസ് ഒക്കെ ഉണ്ടല്ലേ, അതിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പ്രോബ്ലംസ് എന്താണ്, മറ്റു കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ആക്സസ് ഒക്കെ നിങ്ങൾ എടുത്തല്ലോ അല്ലേ. ഓക്കെ, അപ്പൊ ഇനിയുള്ള ടൈം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇവിടെ നിന്ന് ഇനി നിങ്ങളുടെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. എങ്ങനെ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ഗ്രോത്ത് എടുക്കാം, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ വളരെ അറ്റൻറ്റീവ് ആയിട്ടിരിക്കുക. ഞാൻ ഏകദേശം എൻ്റെ ഒരു 9 years എക്സ്പീരിയൻസിൽ ഒരുപാട് കമ്പനികളുമായിട്ട് കേരളത്തിലുടനീളം എനിക്ക് കൊളാബ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, അവരുമായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് എന്റെ സീറോ കോസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ നമുക്ക് കോസ്റ്റ് ഇല്ലാതെ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ട് സെയിൽ കൂട്ടാം, ക്വാളിറ്റി ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സിനെ എങ്ങനെ അട്രാക്ട് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സീറോ കോസ്റ്റ് മാർക്കറ്റിംഗിലൂടെയാണ് ബിസിനസ് ഓണേഴ്സിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഒരു സിസ്റ്റം ഇല്ല, കറക്റ്റ് ആയിട്ടൊരു പ്രോപ്പർ വേ ഇല്ല എന്നുള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു സിസ്റ്റം ആണത്. കാരണം ഇതൊരു സിസ്റ്റം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങളുടെ മാർക്കറ്റിംഗ് റൺ ചെയ്ത് സെയിൽ കൂട്ടാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ സിംപ്ലി ഈ ഉള്ള കാലം എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം വൈഡ് ആക്കാൻ പറ്റുമോ നമുക്ക് ആ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റൂലെ. അപ്പൊ മാക്സിമം റീച്ച് ആവുക, അതുപോലെ തന്നെ മാക്സിമം എൻഗേജ്മെന്റ് കൂട്ടുക, കമ്മിറ്റ്മെന്റ് എന്ത് ചെയ്യുക, ഓഡിയൻസുമായിട്ട് ഇന്ററാക്ഷൻ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയനെ യൂസ് ചെയ്യാം. ഓക്കെ, അതിന് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റികൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെ. അപ്പൊ റീച്ച്, എൻഗേജ്മെന്റ് അതെന്ത് ചെയ്യും, നാളെ നിങ്ങൾക്ക് നല്ല വാല്യൂസ് കൊടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോളോവർ ആയിട്ട് മാറും. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കുറെ ഫോളോവേഴ്സും അല്ലെങ്കിൽ ഇതൊന്നും അല്ല വേണ്ടത്, മാക്സിമം റീച്ച് ആവാൻ നിങ്ങൾ ശ്രമിക്കുക. ആ റീച്ചാണ് നിങ്ങൾക്ക് കൂടുതൽ എൻക്വയറീസും സെയിൽസും കൊണ്ടുവരുന്നത്. ഓക്കെ, അതിന്റെ ഒരു റിസൾട്ട് ആയിട്ടാണ് നമുക്ക് ഫോളോവേഴ്സ് വരുന്നത് പോലും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫോർമുല നിങ്ങൾ എപ്പോഴും നോക്കി വെക്കുക. ഓക്കെ, റീച്ച്, ഓക്കെ, പിന്നെ എൻഗേജ്മെന്റ്, ഇതാണ് നമുക്ക് ഫോളോവേഴ്സ് എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തികളാണ്, ഇതാണ് നമുക്ക് സെയിൽ കൊണ്ടുതരുന്നത്. അപ്പൊ ഓൺലൈനിന്റെ ഒരു സിമ്പിൾ ഫോർമുലയാണിത്. ഇത് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങളുടെ ബിസിനസ്സിൽ നല്ല രീതിയിൽ വൺ മൂവ്മെന്റുകൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഈ ഒരു സിമ്പിൾ ഫോർമുല നിങ്ങൾ നോട്ട് ചെയ്യുക. റീച്ച്, എൻഗേജ്മെന്റ്, അതായത് എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ഇന്ററാക്ഷൻസ് കൂട്ടുക, ഓക്കെ, ട്രാഫിക് കൂട്ടുക, അത് നിങ്ങൾക്ക് ഫോളോവേഴ്സ് വരും. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വാല്യൂസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ വാല്യൂസ് നിങ്ങളുടെ ക്രെഡിബിലിറ്റി കൂട്ടും, നിങ്ങളുടെ വാല്യൂസ് കൂട്ടും എന്നുള്ളതാണ്. അപ്പൊ ഇതിനുള്ള ഒരുപാട് റിയൽ ടൈം എക്സാമ്പിളുകൾ, റിയൽ ടൈം ആയിട്ടുള്ള ഒരുപാട് നല്ല എക്സാമ്പിളുകൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആണല്ലേ. പല വലിയ വലിയ ബിസിനസ് ഓണേഴ്സ് വരെ ഇന്ന് നന്നായിട്ട് ഈ റിയൽ ടൈം മാർക്കറ്റിംഗിലേക്ക് വരുന്നുണ്ട്. കാരണം അവർക്ക് ക്യാഷ് ഇല്ലാത്തത് കൊണ്ടല്ല, കാരണം കാലത്തിനനുസരിച്ച് നമ്മൾ മാർക്കറ്റിംഗ് മാറ്റണം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ബോബി ചെമ്മണ്ണൂരിനെ നോക്കിക്കഴിഞ്ഞാൽ ക്യാഷ് ഇല്ലാഞ്ഞിട്ടല്ല മാർക്കറ്റിംഗ്, അദ്ദേഹം കാലത്തിനനുസരിച്ച് മാറുക എന്നുള്ളതാണ്. ലൈക്ക് ഒരു റീൽ ഇട്ട് കഴിഞ്ഞാൽ, ഒരു ലൈവായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പുതിയ ബിസിനസ്സിനെ കുറിച്ച് ഈസി ആയിട്ട് ലോകത്തെ അറിയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ അച്ചയൻസ് ഗോൾഡ് എന്ന് പറയുന്നത് അവർക്കൊക്കെ വലിയ വലിയ മോഡൽസിനൊക്കെ വെച്ച് ചെയ്യാൻ സാധിക്കും. എന്നിട്ടും അവരെന്തുകൊണ്ട് മാർക്കറ്റിംഗിന് വേണ്ടി സ്വയം തയ്യാറാവുന്നു? കാരണം ഇനിയുള്ള കാലം ഓണറോ ടീമോ ഉണ്ടെങ്കിൽ മാത്രമാണ് മാർക്കറ്റിംഗ് ഫാസ്റ്റായി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇതൊക്കെ റിയൽ ടൈം എക്സാമ്പിളുകളാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫോർമുല നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യുക. കാരണം ഇത് തന്നെയാണ് ഇന്ന് എല്ലാവരും ചെയ്യുന്നത്. ഇത് നിങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ഉള്ളതെന്ന് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. പിന്നെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഈ ഇതിലേക്ക് വരണം എന്നുള്ള സിമ്പിൾ ആയിട്ട് ഒരു ഫോർമുലയും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾ ഒരു ബിസിനസ് ഓണർ ആണ് അല്ലേ. ഓക്കെ, പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ എടുക്കാം. ഓക്കെ, ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ. ഓക്കെ, ക്രിയേറ്റർ. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ് ഓണർ ഉണ്ട്, കണ്ടന്റ് ക്രിയേറ്റർ ഉണ്ട്. ഓക്കെ, ബിസിനസ് ഓണറുടെ ഒരു ക്വാളിറ്റി എന്താണ്? അവർക്ക് ബിസിനസ് നന്നായിട്ട് ചെയ്യാൻ സാധിക്കും അല്ലെ, സെയിൽ ചെയ്യാൻ സാധിക്കും, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ അറിയും. അപ്പോ ഇവിടെ ക്രിയേറ്റർ എടുത്തു കഴിഞ്ഞാലോ, ക്രിയേറ്ററിന് കസ്റ്റമറിനെ അട്രാക്ട് ചെയ്യാൻ സാധിക്കും, കസ്റ്റമേഴ്സിനെ കൂട്ടാൻ, ഓഡിയൻസിനെ കൂട്ടാൻ സാധിക്കും, അവരുടെ ഇഷ്ടങ്ങൾ പിടിച്ചെടുക്കാൻ സാധിക്കും. ഇതാണ് ഇവരുടെ പവർ അല്ലെ. എന്നാൽ ബിസിനസ് ഓണറുടെ കഴിവ് എന്താണ്? ബിസിനസ് ഉണ്ടാക്കാൻ സാധിക്കും, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള. പക്ഷെ ഒരു ബിസിനസ് ഓണർക്ക് ഇല്ലാത്ത കഴിവ് എന്താ? നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ കസ്റ്റമറിനെ അട്രാക്ട് ചെയ്യാൻ അറിയില്ല, കസ്റ്റമേഴ്സിനെ എങ്ങനെ പിടിക്കണം എന്നറിയില്ല. അതറിയുന്നത് ഈ ആളുകളാണ് അല്ലെ. അപ്പൊ പലപ്പോഴും നമ്മൾ ചെയ്യാറുണ്ട്, ബിസിനസ് ഓണേഴ്സ് തന്നെ പല ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ വെച്ച് ചെയ്യുന്ന കാണാറുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു,
ഈ പല ബിസിനസ് ഓണേഴ്സും കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ബിസിനസ് ഓണർ ഏറ്റവും നല്ല പ്രൊമോട്ടർ ആവണം, ഏറ്റവും നല്ല മാർക്കറ്റർ ആവണം അയാളുടെ ബിസിനസ്സിൽ എന്നുള്ളതാണ്. കാരണം ഈ ഒരു ആൾക്കുള്ള കഴിവിനെയും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ആ സ്കില്ലും കൂടി നിങ്ങൾ കൂട്ടാൻ ശ്രമിക്കുക. ഒരു ബിസിനസ് ഓണറിന്റെ സ്കില്ലും പ്ലസ് ഒരു കണ്ടന്റ് ക്രിയേറ്ററുടെ സ്കില്ലും കൂടി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങളുടെ ബിസിനസ്സിൽ പുലിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോമ്പറ്റീഷനെ നിങ്ങൾക്ക് പേടിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ ഇത് നമ്മുടെ സീറോ കോസ്റ്റ് മാർക്കറ്റിംഗിലെ ഒരു ചെറിയൊരു ഡോട്ട് മാത്രമാണ്, അതായത് ഒരു സ്റ്റെപ്പ് വണ്ണ് മാത്രമാണ്. ഇതുപോലുള്ള ഒരുപാട് സ്ട്രാറ്റജികളും അതുപോലെ തന്നെ ഫോർമുലാസ് ഒക്കെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെ നിങ്ങൾക്ക് ഒരു 2 വർഷം 3 വർഷം കൊണ്ട് എടുക്കേണ്ട ഗ്രോത്ത് എങ്ങനെ നിങ്ങൾക്ക് ഒരു മിനിമം 3 to 6 months കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാം, അതിലൂടെ നിങ്ങൾക്ക് എങ്ങനെ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഇതൊരു ചെറിയൊരു പോയിന്റ് മാത്രം. ഇതുപോലെ നമുക്ക് ഒരുപാട് വാല്യബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ സീരിയസ് ബിസിനസ് ഓണർ ആണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് ഡെസിഷൻ എടുക്കുക. കാരണം ഇതൊരു ടേണിംഗ് പോയിന്റ് ആണ്. കറക്റ്റ് അറ്റൻറ്റീവ് ആയിട്ട് തന്നെ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ആക്ഷൻ എടുക്കുക. പിന്നെ നമ്മളിപ്പോ ഇതിൽ കുറെ സ്ട്രാറ്റജികളും മാത്രമല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒരുപാട് നല്ല നോട്ട്സുകൾ ഈ ഒരു 3-day വർക്ക്ഷോപ്പിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എൻറോൾ ചെയ്തതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി ആക്സസുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി. അപ്പൊ അതിൽ നിങ്ങൾക്ക് നല്ല നല്ല യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ കിട്ടുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ലൈഫ് ലോങ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എൻ്റർ ആയിട്ടുണ്ടെങ്കിൽ. ഇങ്ങനെ നമ്മുടെ ഒരുപാട് ബിസിനസ് ഓണേഴ്സ് ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. അതായത് എങ്ങനെ നമുക്ക് നല്ലൊരു മാർക്കറ്റിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്യാം, ഇതിനെ അട്രാക്ട് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് നല്ല ബിസിനസ് ഓണേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. കമ്മ്യൂണിറ്റി നല്ല രീതിയിൽ തന്നെ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാരണം ഒരു കമ്മ്യൂണിറ്റി കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം നേടാൻ സാധിക്കും അല്ലെ. നമ്മളുടെ അതേ വൈബുള്ള, നമ്മളുടെ അതേ ലക്ഷ്യമുള്ള ഒരുപാട് ബിസിനസ് ഓണേഴ്സ്, അതായത് എങ്ങനെ ഓൺലൈനിലൂടെ കൂടുതൽ സെയിൽ കിട്ടും. അപ്പൊ അവരുടെയൊക്കെ എക്സ്പീരിയൻസുകളാണ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പവർ മുന്നോട്ട് പോകാനുള്ള പവർ കിട്ടുന്നത്. എനിവേ, അതുപോലെ ഒരുപാട് ബിസിനസ് ഓണേഴ്സ് ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെ. ഇതൊക്കെയാണ് നമ്മുടെ ബിസിനസ് ഓണേഴ്സ് എന്ന് പറയുന്നത്. ഇത് കുറച്ച് മാത്രമാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പല വർക്ക്ഷോപ്പുകളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്, അതിലേക്കൊക്കെ ഒരുപാട് ബിസിനസ് ഓണേഴ്സ് എൻ്റർ ആവുന്നുണ്ട്. അപ്പൊ നമ്മുടെ കൂടുതലും വർക്ക്ഷോപ്പുകൾ കൊച്ചിയിലൊക്കെ വെച്ചിട്ട് തന്നെ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കും അതിലേക്ക് കണക്ട് ആവാം. അത് നമ്മൾ കൂടുതലും ഗോൾഡൻ മെമ്പേഴ്സിനാണ് കൂടുതലും അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഗോൾഡൻ മെമ്പർ എന്ന് പറയുന്നത് ഫാസ്റ്റ് ഗ്രോത്ത് എടുക്കാനുള്ള ഒരു മെമ്പർഷിപ്പാണ് കൊടുക്കുന്നത്. ഓക്കെ, എനിവേ, അത് നിങ്ങൾ ഫസ്റ്റ് ആയിട്ടും ഒരു ആക്ഷൻ എടുക്കുക. എപ്പോഴും നമുക്ക് ഫാസ്റ്റ് സക്സസ് വേണം. ഞാൻ ഈ പറയുന്ന കുറച്ച് പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്യാം, ഞാനത് കാണിക്കാം. ഓക്കെ, ഒരു ബിസിനസ് ഓണർ ആണ് നിങ്ങൾ. ഈ മോഡേൺ വേൾഡിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, പഴയ സ്ട്രാറ്റജികളൊക്കെ ഒഴിവാക്കിയിട്ട് പുതിയ ടെക്നിക്കുകളിലൂടെ നിങ്ങൾക്ക് ഫാസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇത് നോട്ട് ചെയ്തോ. അതായത് കുറച്ച് മാർക്കറ്റിംഗ് ടെക്നിക്കുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന് നമുക്ക് പറയുകയാണെങ്കിൽ ഇമോഷണൽ മാർക്കറ്റിംഗ്. ഓക്കെ, ഒന്ന് ഇമോഷണൽ മാർക്കറ്റിംഗ് ആണ്. നമ്മുടെ ഓഡിയൻസ് എപ്പോഴും ഇമോഷണലി കണക്റ്റഡ് ആണ്. നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങൾക്ക് ഒരു പ്രൊമോഷണൽ മാർക്കറ്റിംഗിനേക്കാൾ ഏറ്റവും എഫക്റ്റീവ് ആണ് ഇമോഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്തവർക്ക് എല്ലാവർക്കും നമ്മുടെ കമ്മ്യൂണിറ്റിയിലാണെങ്കിലും പുറത്തുള്ളവർക്കും ഒക്കെ നമുക്ക് നല്ല റിസൾട്ടുകൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് മെത്തേഡാണ് നമ്മുടെ സീറോ കോസ്റ്റ് മാർക്കറ്റിംഗില്. അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഗോൾഡൻ മെമ്പർഷിപ്പിൽ നമ്മൾ അതിന്റെ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മോഡേൺ സ്ട്രാറ്റജിയാണ് ടെസ്റ്റിമോണിയൽ മാർക്കറ്റിംഗ്. ടെസ്റ്റിമോണിയൽ മാർക്കറ്റിംഗ് നിങ്ങളുടെ ബിസിനസിനെ ഫാസ്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ടെസ്റ്റിമോണിയൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓഫർ മാർക്കറ്റിംഗ്. പിന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഓഫർ മാർക്കറ്റിംഗ്. ഓക്കെ, ഓഫർ മാർക്കറ്റിംഗ് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടാണ്. കാരണം കസ്റ്റമേഴ്സിനെ എപ്പോഴും അട്രാക്ട് ചെയ്യാനും നമുക്ക് വലിയ ഹ്യൂജ് എക്സ്പെൻസ് ഇല്ലാണ്ട് തന്നെ കസ്റ്റമർ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഓഫർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ഒരു സ്റ്റെപ്പ് 2 മാത്രമാണ് ഈ ടൈപ്സ് ഓഫ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇതെങ്ങനെ വർക്ക് ചെയ്യണം, ഇത് എപ്പോൾ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം, ഏത് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിലേക്ക് എങ്ങനെയാണ് ഇത് അട്രാക്ട് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഗോൾഡൻ മെമ്പർഷിപ്പിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് മൂന്നാമത്തതാണ് ഓഫർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നാലാമത്തെ നമുക്ക് പറയുകയാണെങ്കിൽ ഗിവ് അവേ മാർക്കറ്റിംഗ് ആണ്. ഓക്കെ, ഇതൊക്കെ കാലത്തിന് അനുസരിച്ചിട്ട് നമ്മൾ മാറ്റം കൊണ്ടുവന്നാൽ മാത്രമേ ഇതൊക്കെ നിങ്ങൾക്ക് ശരിയായി യൂസ് ചെയ്ത് നല്ല കസ്റ്റമേഴ്സിനെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ പ്രൊമോഷണൽ മാർക്കറ്റിംഗ് ഉണ്ട്. ഓക്കെ, പ്രൊമോഷണൽ ഇപ്പൊ കൂടുതലും ആളുകൾ ചെയ്യുന്ന മാർക്കറ്റിംഗ് ഇതായിരിക്കും,
പ്രൊമോഷണൽ മാർക്കറ്റിംഗ് ആണ് അല്ലെ 5ാമത്തെ പോയിന്റ്. ഓക്കെ, പ്രൊമോഷണൽ മാർക്കറ്റിംഗും നിങ്ങൾക്ക് വളരെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റിംഗ് മെത്തേഡാണ്. പലപ്പോഴും എല്ലാ ആളുകളും പരസ്യം കൊടുക്കുക എന്നുള്ളത് മാത്രമാണല്ലേ. പക്ഷെ നമ്മുടെ കസ്റ്റമറിന് വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ഇനിയുള്ള കാലം പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. എനിവേ, അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആണ്. കാരണം ഇതില്ലെങ്കിൽ നമുക്ക് ഒരു റിസൾട്ടും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ ആ അടുത്ത പോയിന്റ് ആണ് 6ാമത്തെ പോയിന്റ്, ട്രസ്റ്റ്. ഓക്കെ, ഈ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പൊ ട്രസ്റ്റ് മാർക്കറ്റിംഗ് ആണ് ഇതിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് നോട്ട് ചെയ്യുക, ട്രസ്റ്റ് മാർക്കറ്റിംഗ്. ഈ ഒരു സാധനം നിങ്ങൾക്ക് ഒരു കസ്റ്റമറിൽ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? ഇതാണ് ഏറ്റവും പവർഫുൾ. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ കാണണം. കാരണം ഇനി ഇതൊക്കെ നിങ്ങൾക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോൾഡൻ മെമ്പർഷിപ്പ് ആണ് അതിന് ഏറ്റവും യൂസ്ഫുൾ ആവുന്നത്. കാരണം നമുക്ക് ഏറ്റവും നന്നായിട്ട് റിസൾട്ടുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എടുത്തു കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്, ഫാസ്റ്റ് ആയിട്ട് എടുത്തു കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഗോൾഡൻ മെമ്പേഴ്സിലുള്ള മെമ്പേഴ്സിനാണ്. സോ നിങ്ങൾ ഓരോരുത്തരും വളരെ സീരിയസ് ആയിട്ട് തന്നെ റിസൾട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എടുക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു 99ന്റെ പ്രോഗ്രാമിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 60% നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മുടെ കമ്മ്യൂണിറ്റി ആക്സസിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും. പക്ഷെ നിങ്ങൾക്ക് ഈ 99ന്റെ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് സ്ലോ ആയിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കും കിട്ടുന്നത്. നിങ്ങൾക്ക് ഫാസ്റ്റ് ഗ്രോത്ത് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളുടെ ഗോൾഡൻ മെമ്പർഷിപ്പ് ഓൺലി സീരിയസ് ബിസിനസ് ഓണേഴ്സിനാണ്. ഓക്കെ, അപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഗോൾഡൻ മെമ്പർഷിപ്പ് എന്നുള്ളത്. ഗോൾഡൻ മെമ്പേഴ്സിന് മാത്രമാണ് നമ്മുടെ റിയൽ ആയിട്ടുള്ള ഫിസിക്കൽ വർക്ക്ഷോപ്പുകൾ വരുന്നത്. ഞാനുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യാനും എന്റെ വർക്ക്ഷോപ്പുകളൊക്കെ ഡയറക്റ്റ് കിട്ടുന്നത് ഗോൾഡൻ മെമ്പേഴ്സ് മുതലാണ്. അപ്പൊ ഗോൾഡൻ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് എവറി മന്ത് ഒരു ഫിക്സ്ഡ് മിനിമം 6 ഫിഗർ ഇൻകത്തിലേക്ക് എങ്ങനെ എത്താം, അല്ലെങ്കിൽ 6 ഫിഗർ ഇൻകം എങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഏൺ ചെയ്യാം, ഒരു പ്രോപ്പർ ഗ്രോത്തിലേക്ക് ഇങ്ങനെ എത്താൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഗോൾഡൻ മെമ്പർഷിപ്പിൽ വരുന്നത്. ഓക്കെ, മാത്രമല്ല നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഒരു റിയൽ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പല മെമ്പേഴ്സിനും നല്ല റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയ എടുക്കുകയാണെങ്കിൽ തന്നെ ശരിക്കും സോഷ്യൽ മീഡിയ പവർ എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മാസങ്ങളും അല്ലെങ്കിൽ ദിവസങ്ങളും മതി എന്നുള്ളതാണ് നമുക്ക് റിസൾട്ട് കിട്ടാനും നമ്മുടെ ഓഡിയൻസിലേക്ക് എത്താനും അല്ലെ. ശരിക്കും നിങ്ങളോട് ഞാൻ ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇത്ര കാലം ഈ ടെക്നോളജികളൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയുടെ പവർ യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്നാണെങ്കിൽ നിങ്ങളിപ്പോ നിൽക്കുന്ന ആ സ്റ്റേജും കറക്റ്റ് ആയിരിക്കും. നിങ്ങളത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന സ്റ്റേജ് നിങ്ങൾക്ക് റോങ് ആണ്. നിങ്ങൾ എവിടെയോ എത്തേണ്ട ആളുകളാണ് അല്ലെ. കാരണം അത്ര എക്സ്പീരിയൻസ് ഉണ്ട്, അത്ര സ്കില്ലുണ്ട്. ഒരു കസ്റ്റമറെ കിട്ടിക്കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാനും ബിസിനസ് ഒക്കെ പറപ്പിക്കാൻ പറ്റും. പക്ഷെ ഈ ഒരു സ്കില്ല് ഇല്ലാത്തത് കൊണ്ട് മാത്രം നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ ഇടയിൽ നിങ്ങൾ താഴേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഇനി വിട്ടുകൊടുക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഫാസ്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുക. കാരണം എനിക്കറിയാം നിങ്ങൾ ആക്ഷൻ എടുക്കാൻ വേണ്ടി തന്നെ വന്നതാണ്. അപ്പൊ ഫാസ്റ്റ് ആവുക, നമ്മുടെ ഗോൾഡൻ മെമ്പർഷിപ്പിലേക്ക് വരിക. ഗോൾഡൻ മെമ്പർഷിപ്പിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ലിങ്കും ഒക്കെ ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു 10 പേർക്ക് ഒരു സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ 10 പേർക്കുള്ള സ്പെഷ്യൽ ഓഫറിൽ നിങ്ങൾ വരാൻ ശ്രമിക്കുക. കാരണം വിജയം എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുന്ന ആക്ഷനിലാണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ എത്ര പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്നു അവർക്കുള്ളതാണ് ഈ സക്സസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് സക്സസ് ആവാനുള്ള എല്ലാ ഫോർമുലയും സ്ട്രാറ്റജിയും ഞാനിവിടെ റെഡി ആക്കിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് 1 to 1 ആയിട്ട് ഇരുന്നിട്ട് നിങ്ങളുടെ പ്രോബ്ലംസ് ഓരോന്നും സോൾവ് ചെയ്ത് നിങ്ങൾ എന്ത് ഡ്രീമാണോ സെറ്റ് ചെയ്തിട്ടുള്ളത് അത് ആ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്റെ മാക്സിമം ഒരു ട്രെയിനിങ്ങും അതുപോലെ തന്നെ കൺസൾട്ടിങ്ങും മെന്ററിങ്ങും ഉണ്ടാവും. അപ്പൊ ഫാസ്റ്റ് ആക്കുക. ഓക്കെ, അപ്പോൾ ഇതിനുള്ള റിയൽ എക്സാമ്പിളുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ 10 വയസ്സ് അല്ലെങ്കിൽ 18 വയസ്സ് പോലും തികയാത്ത ചെറിയ കുട്ടികളാണ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വരുന്നത് നല്ല ക്ലോത്തിങ് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്, ടോയ്സ് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്, അതുപോലെ സ്റ്റുഡൻസിന് വേണ്ട പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അവർക്കൊന്നും വലിയ ക്യാപിറ്റൽ ഉണ്ടായിട്ടൊന്നല്ല. പക്ഷെ ഈ ഇൻസ്റ്റ, ഫേസ്ബുക്ക് പോലുള്ള മീഡിയംസിലാണ് അവരുടെ ഓഡിയൻസ് ഉള്ളത്. അതിനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അവർക്കൊന്ന് മാസീവ് ഗ്രോത്ത് ആണ്. വർഷങ്ങളൊന്നും വേണ്ട, ശരിയായ രീതിയിൽ പോവുകയാണെങ്കിൽ 1 മാസമോ 2 മാസമോ മാക്സിമം 3 മന്തിനുള്ളിൽ തന്നെ അവർക്കൊക്കെ നല്ല രീതിയിൽ മാറ്റമുണ്ട്. നന്നായിട്ട് കമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഓഡിയൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം അവിടെ ക്യാഷ് കൊണ്ടല്ല അവരുടെ ബിസിനസ് നടക്കുന്നത്, അവർ ആ സോഷ്യൽ മീഡിയനെ ഉപയോഗിക്കുന്നുണ്ടാണ്. അപ്പൊ ആ കുട്ടികൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും. കാരണം നിങ്ങൾ ഇതിൽ പണ്ടേ കഴിവ് തെളിയിച്ചവരാണ്. അപ്പൊ ഈ ഒരു സ്കിൽ അപ്ഗ്രേഡ് ചെയ്യുക, ഫാസ്റ്റ് ആവുക. ഓക്കെ, അപ്പൊ റിയൽ ടൈം എക്സാമ്പിളുകൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് തന്നെ കാണാൻ പറ്റുമല്ലോ, എങ്ങനെയാണ് ഇവരുടെ മാർക്കറ്റിംഗ് മെത്തേഡ്. അപ്പൊ നിങ്ങൾ മടിച്ചു നിൽക്കുന്നത് ഇതാണെങ്കിൽ നിങ്ങളുടെ വിജയം
നിങ്ങളുടെ വിജയം ഇനിയും ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ തടയുന്നതും നിങ്ങളുടെ ഈ മടി തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഈഗോ ആണ്. ഇത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ അതിന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പുഷ് വേണം, നിങ്ങൾക്ക് കറക്റ്റ് മെന്ററിങ് വേണം. നിങ്ങളുടെ പിന്നിൽ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും ഒരു പ്രോപ്പർ മെന്ററിങ്ങിലൂടെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക. ദിസ് ഇസ് ദ റൈറ്റ് ടൈം. ഓക്കെ, അപ്പൊ വേസ്റ്റ് ചെയ്യരുത്. ഇത് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ ടൈമാണ്. ഇന്ന് ലോകത്തില് മടിയന്മാർക്ക് എവിടെ എത്താൻ പറ്റിയില്ല. ആക്ഷൻ എടുക്കുന്നവർക്ക് മാത്രമാണ് റിസൾട്ട് കിട്ടിയിട്ടുള്ളൂ. സോ നിങ്ങൾ ഒരു ബെസ്റ്റ് ആക്ഷൻ പേഴ്സൺ ആയിട്ട് മാറുക, ആക്ഷൻ ബിസിനസ് ഓണർ ആയിട്ട് മാറുക, റിസൾട്ട് എടുക്കുക. ഓക്കെ, ഞാൻ ഉണ്ടാവും നിങ്ങളുടെ കൂടെ. അപ്പോൾ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് കുറച്ച് പേർക്ക് മാത്രമുള്ള ഓഫറാണ്. അത് ഈ 99ലേക്ക് വന്ന ആളുകൾക്ക് മാത്രമേ ഈ ഒരു ഓഫർ ഉള്ളൂ. അപ്പൊ ഇന്ന് തന്നെ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ലോക്ക് ആവുക. കാരണം നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ലോക്കായാൽ മാത്രമാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടൂ. അല്ലെങ്കിൽ നിങ്ങൾ ഈ പോക്ക് പോയാൽ ഡിലേ ആവും. അപ്പൊ ഇനി ഡിലേ ആവരുത്, ആക്ഷൻ എടുക്കുക.